ചന്ദ്രകളഭം അവസാന കാലഘട്ടത്തിലാണല്ലോ എനിക്ക് ആ പാട്ട് തന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടതിന് ശേഷം എനിക്കൊരു വല്ലാത്തൊരു മാനസികാവസ്ഥ. കാരണം ദേവരാജൻ മാഷ് വിചാരിച്ചിട്ട് പോലും ദേവരാജൻ മാസ്റ്റർ എന്ത് പറഞ്ഞു, ദേവരാജൻ മാഷ ഒരു കർക്കശക്കാരൻ കണിശക്കാരനുമൊക്കെ ആണെങ്കിൽ തന്നെയും ദേവരാജൻ മാഷൊക്കെ എഴുതുന്ന എനിക്ക് വെച്ചിരുന്ന ഒരു പാട്ട് ഇങ്ങനെ നഷ്ടപ്പെടാൻ കാരണമായല്ലോ. ദേവരാജൻ മാഷ് വിചാരിച്ചിട്ട് പോലും നടന്നില്ലല്ലോ, അത് സാധിച്ചില്ലല്ലോ എന്നൊക്കെ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു. പക്ഷേ അതൊരു വിധിയാണ്. എന്താ പറയുക, ഞാൻ അങ്ങനെ അങ്ങ് മനസ്സമാധാനപ്പെടുകയാണ്. എൻ്റെ പ്രേക്ഷകരും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ്, അങ്ങനെ ആശ്വസിക്കുകയാണ്. അല്ല വേറെ എന്താ ചെയ്യാനായിട്ട്. ഇപ്പോൾ എനിക്ക് വിധിച്ചാൽ എനിക്ക് കിട്ടുള്ളൂ എന്ന് പറയും. ഇപ്പോൾ ഞാൻ കൊതിച്ചു വിധിച്ച് ദാസിയിടും എന്ന് പറഞ്ഞവർ. അപ്പം സംഗീതം പാരമ്പര്യത്തിൽ ജനിച്ച ഒരാളായതുകൊണ്ട് ഈ സംഗീതം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല. ഏകദേശം ഒരു 10-12 വയസ്സൊക്കെ ആയപ്പോഴാണ് എൻ്റെ അമ്മ മനസ്സിലാക്കി തുടങ്ങിയത്. അച്ഛനത് അറിയാം, എങ്കിലും അച്ഛൻ അങ്ങനെ കെയർ ചെയ്യാറില്ല. അമ്മയാണ് എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ഞാനിവിടെ ഇനി പാടുന്നുണ്ട്, മൂളിപ്പാട്ട് പാടും. അപ്പം ഞാൻ ഈ മൂളിപ്പാട്ടൊക്കെ പാടുന്ന സമയം അമ്മ പറയും, ഇതെവിടെ ഈ ഇത്രയും നല്ലൊരു ഗാനം കേട്ടത്, ഏതെങ്കിലും റേഡിയോയിൽ കേട്ടതാണോ? ഇല്ലമ്മ, ഞാനിരുന്ന് പാടിയുണ്ട്. നീയാണോ? റെക്കോർഡ് പോലെ ഇരിക്കുകയാണ്. നിനക്ക് ഇത്രയും കഴിവുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നൊരു അവസരമുണ്ട്. അതിന് പത്രത്തിൽ വന്നു. അത് അമ്മ കണ്ടിട്ട് പറഞ്ഞു, നീ ഇതിന് പോയി മത്സരിക്കണമെന്ന് പറഞ്ഞു. അമ്മ, ഞാൻ ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചിട്ടില്ലല്ലോ, നീ എന്തിന് പഠിക്കുന്നു? നിൻ്റെ പാട്ട് കേട്ടാൽ അറിയാം, എല്ലാം ഉണ്ട്, എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്, പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അമ്മയാണ് പറയുന്നത്. അതുകൊണ്ട് ആ വാക്ക് സ്വീകരിച്ചുകൊണ്ട് നീ അത് പോകണം എന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെയാണ് ഞാൻ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മത്സരത്തിന് പോകുന്നത്. അവസാനം ഇതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 1ാം സമ്മാനത്തിന് അർഹനായത് എൻ ശശിധരനാണ്. അന്ന് ഞാൻ ശശിധരനാണ്, കാരണം എൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേരാണ് ശശിധരൻ. പിന്നെ സിനിമാ രംഗത്ത് വന്നപ്പോഴാണ് പേരൊക്കെ മാറുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആകാശവാണിയിൽ ഞാൻ പാടിത്തുടങ്ങി. രാഷൻ ചേട്ടൻ എന്നെ പരിചയപ്പെടുകയും പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചച്ഛൻ അവിടെ ഉണ്ട് ആകാശവാണിയിൽ വോക്കൽ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് എസ് രത്നാകരൻ ഭാഗവർ. ഈ അടുത്ത കാലത്താണ് നിര്യാതനായത്. അപ്പോൾ നമ്മുടെ കുടുംബ പാരമ്പര്യത്തിൻ്റെ അവസാനത്തെ കണ്ണിയായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ എന്നെ കൊണ്ട് പല പാട്ടുകളുമൊക്കെ ഇങ്ങനെ രാഷൻ ചേട്ടൻ എടുത്ത് പാടി. എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു രാഷൻ ചേട്ടൻ ഒരു പാട്ടൊക്കെ പാടാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. കാരണം ഇപ്പോൾ ദേവരാജൻ മാഷ കീഴിലൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നില്ല, അതുപോലെയാണ് രാഷൻ ചേട്ടൻ്റെ പാട്ടുകൾ എഴുതാനൊക്കെ എന്ന അത്രയും ഗംഭീരമായിട്ടുള്ള പാട്ടുകളാണ്. ഇപ്പോൾ 40ഓളം ഗാനങ്ങൾ രാഷൻ ചേട്ടൻ്റെ പാടിയിട്ടുണ്ട്. പീരുമേട്ടിലെ പനിനീർ കുളിര്, കുങ്കുമച്ചോലയിൽ, അതൊക്കെ വൈൻപി സാറിൻ്റെ പാട്ടുകളായിരുന്നു. അങ്ങനെ പാടിച്ച് അപ്പോൾ രാഷൻ ചേട്ടൻ പറയും. അപ്പോൾ എൻ്റെ ശബ്ദം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് കേട്ടതിന് ശേഷമാണ് എനിക്കൊരു ശബ്ദമുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അതുവരെ ഞാൻ ദാസേട്ടൻ്റെ പാട്ടൊക്കെ എടുത്ത് പാടിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഞാനും ദാസേട്ടനെ പോലെയാണ് പാടുന്നുള്ള എൻ്റെ മനസ്സിലുണ്ടെങ്കിലും പലരും അത് കേൾക്കുമ്പോൾ ദാസിനെ പോലെ പാടുന്നുള്ളത് അവർ പറയാം. പക്ഷേ അതല്ലല്ലോ, ശബ്ദത്തിന് വേരിയേഷൻ ഉണ്ടാവും. അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അങ്ങനെ റെക്കോർഡ് ചെയ്ത് കേട്ടപ്പോഴാണ് എനിക്ക് എൻ്റെയുള്ളൊരു ശബ്ദം മനസ്സിലാക്കി. എനിക്കൊരു പുതുമയുള്ള ശബ്ദമുണ്ട്, വ്യക്തിത്വമുള്ള ഒരു ശബ്ദമുണ്ടെന്ന് മനസ്സിലാവുന്നത് രാഷൻ ചേട്ടൻ്റെ പാട്ട് പാടി തുടങ്ങിയപ്പോഴാണ്. അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും അപ്പോഴൊക്കെ പറയും, എടാ നിൻ്റെ നല്ലൊരു മെറ്റാലിക് വോയിസാണ്, വ്യക്തിത്വമുള്ള ഒരു ശബ്ദമാണ്. കൽപ്പകോദ്യാനമേ നിൻ്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി. ദേവരാജൻ മാഷയുടെ ക്ഷണം വന്നപ്പോൾ ഇങ്ങനെ ഒരു പുതിയ ഗായകനെ വേണം എന്ന് രാഷൻ വന്നപ്പോഴത്തേക്ക് രാഷൻ കുറേ ആവശ്യം കൊണ്ടു. അയ്യോ അതെന്തിനാണ്, അപ്പോൾ ദാസേട്ടനൊക്കെ ഒരു വടവൃക്ഷം പോലെ കത്തി ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടമല്ലേ. ധാരാളം പാട്ടുകൾ ദേവരാജൻ മാഷൊക്കെ ഉണ്ട്, വലിയ വലിയ പാട്ടുകളാണ് ദാസേട്ടൻ പാടിക്കൊണ്ടിരിക്കുന്നത്. ദാസേട്ടൻ്റെ ഒരു കടുത്ത ആരാധകനാണ് ഞാൻ, പറയാതിരിക്കാൻ ഒക്കില്ല. പിന്നെ അപ്പോൾ രാഷൻ ചേട്ടൻ ഇങ്ങനെ പറയുന്നതിന് മുമ്പേ ദേവരാജൻ മാഷ് തന്നെ അതങ്ങ് ആ വഴി അടച്ചു. കാരണം ഇതൊന്നും കേൾക്കണ്ട, നീ ചോദിക്കുകയും വേണ്ട, പക്ഷെ ഞാൻ പറയുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി.
അങ്ങനെ ഒരു ഗായകൻ നിൻ്റെ കീഴിലുണ്ടോ, ഒരു നല്ല കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു. ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ പേര് നിർദ്ദേശിക്കുക. അവൻ്റെ പേര് ശശിധരൻ എന്നാണ്. അപ്പം ഞാൻ പറയുന്ന സമയത്ത് അവനോടേക്ക് എത്തിച്ചാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. എല്ലാം അന്ന് വണ്ടിക്കൂലിക്ക് പോലും നിവർത്തിയില്ല. എല്ലാം ഉള്ളിപ്പറക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്നു. എൻ്റെ അമ്മയാണ് എന്നെ ഇങ്ങനെ മദ്രാസിലേക്ക് പോകാനുള്ള ഒരു വഴി തെളിച്ചു തന്നത്. 74 ഡിസംബർ എൻഡിലാണ് ഞാൻ ജയറാം അടുത്ത് പോകുന്നത്. അപ്പോൾ എനിക്ക് ചെന്നൈയൊന്നും വലിയ പരിചയമില്ല. ഒറ്റയ്ക്കാണ് പോകുന്നത്. പിന്നെ എന്താ പറയുക, ആ ഒരു ധൈര്യം, അത് 23 പൈസയേ ഉള്ളൂ എനിക്ക്. അപ്പം ഞാനവിടെ ചെന്ന് പാണ്ഡ്യ ബസാറിൽ ചെന്നൊരു റൂമൊക്കെ എടുത്തു. ദേവരാം മാഷെ വിളിക്കുന്നു. മാഷയുടെ നമ്പർ കയ്യിരിപ്പുണ്ട്. അങ്ങനെ വിളിച്ചു. മാഷ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ മാഷ് പറഞ്ഞ് ഞാൻ പറഞ്ഞ് മാഷ് ക്ഷണം അനുസരിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. രാഷൻ ചേട്ടനാണ് എന്നെ ഇവിടെ വിട്ടിരിക്കുന്നത്. മനസ്സിലായി. ഒരു കാര്യം ചെയ്യ്, ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇവിടെ പാണ്ഡ്യ ബസാറിൽ റൂം എടുത്തിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ഒരു 4 മണിയാകുമ്പോൾ എൻ്റെ വീട്ടിലോട്ടൊന്ന് വന്നേ. സ്ഥലമൊന്നും വലിയ പരിചയം കാണില്ല. അവർ ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം, അവർ കൊണ്ടുവന്നാക്കി തരും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെയും കാത്തോടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ സിറ്റ് ഔട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ ചെന്ന് ഗേറ്റിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തുറക്കാൻ നേരത്ത് ആരാ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ശശിധരനാണ്. വരൂ എന്ന് പറഞ്ഞു. പിന്നെ അകത്തോട്ട് കയറി. നീയാണോ ശശിധരൻ? രാവിലെ എത്തിയല്ലേ? മദ്രാസൊന്നും വലിയ പരിചയമില്ല, ആദ്യമായിട്ടല്ലേ വരുന്നത്? ഞാൻ പറഞ്ഞു അതേ ഭാഷ എന്ന് പറഞ്ഞു. പിന്നെ അടിമൂടിയിട്ട് ഒരു നിരീക്ഷണം മാത്രമേ ഉള്ളായിരുന്നു. വേറെ ഒന്നും ചോദ്യങ്ങളൊന്നുമില്ല, ഒരു ചോദ്യമില്ല. പിന്നെ റിഹേഴ്സൽ റൂമിലേക്ക് വിളിക്കുന്നു. ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെടുന്നു. ഇപ്പം ഞാൻ ഒരു ലൈറ്റ് മ്യൂസിക്കിലേക്ക് കടന്നു. രാഷൻ ചേട്ടൻ്റെ കുങ്കുമച്ചോലയിൽ എന്നുള്ളൊരു പാട്ട്, പീരിമേട്ടിലെ പനിനീർ കുളിര്, അതും വൈമ്പി സാറിൻ്റെ പാട്ടുകളാണ്. ഒക്കെ ഞാൻ 1-2 പാട്ട് ദേവരാമാഷ് വളരെ ഗഹനമായിട്ടിരുന്ന് കേട്ടു. അപ്പോൾ എന്നോട് ഈ ശ്രുതി ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അന്ന് എനിക്ക് ശ്രുതി പോലും അറിയില്ല. ഏത് പിച്ചിനാണ് ഞാനിത് പാടുന്നത് അന്നൊന്നും എഴുതി വയ്ക്കില്ല. പാട്ട് പഠിക്കും, പാടും, റെക്കോർഡ് ചെയ്യും, അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. പക്ഷേ ഓരോന്നിനും ഓരോ പിച്ചുണ്ട്. അപ്പോൾ പറഞ്ഞു ഈ ലളിതഗാനമല്ലാതെ സിനിമാ ഗാനങ്ങളൊന്നും അറിയില്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അറിയാം, മാസ്റ്ററുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ എനിക്കറിയാവുന്നുള്ളത്. അതൊന്ന് ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കട്ടെ. അങ്ങനെ ഞാൻ ഈ സാമി മകന്നൊരു ഉദ്യാനമേ, അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ, ഇങ്ങനെ പടിപടിയായിട്ട് ഓരോ മാസം ഇനി അടുത്തത് ഏതാ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ, അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ, എല്ലാം നന്നായിട്ട് ആസ്വദിച്ചിട്ട് അടുത്ത ഏതാ. അങ്ങനെ ഒരു 9 പാട്ട് വരെ മൊത്തം പാടിച്ചു. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഗാനഭൂഷണമൊക്കെ പാസ്സായില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല മാസ്റ്റർ, ഞാൻ സംഗീത അക്കാദമിയിലൊന്നും പോയിട്ടില്ല. കുടുംബ പാരമ്പര്യമാണ് എനിക്ക് കിട്ടിയത്, അങ്ങനെ ഞാൻ പാടുന്നതെന്ന് പറഞ്ഞു. ആണോ മാസ്റ്റർ, വളരെ അതിശയമായിപ്പോയി. അപ്പോൾ ഈ പ്രായത്തിൽ എന്തെടുക്കുമായിരുന്നു? സംഗീതമൊക്കെ പഠിക്കാനുള്ള പ്രായമല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഉണ്ടായിരുന്നു, ഒന്നും മറുപടി പറഞ്ഞില്ല. എന്താ പറയാൻ? അപ്പോൾ ഈ ഗുരുനാഥൻ്റെ അടുത്തിരിക്കുന്ന ദേവരാമകൃഷ്ണൻ അടുത്തിരിക്കുകയാണോ എന്നുള്ള കാര്യം വരെ എനിക്ക് സംശയമാണ്. ഞാനിവിടെ ഇരിക്കുക എന്നുള്ളതാണ്. എല്ലാം മറന്നാണ് ഞാൻ പാടുന്നത്, അതാണ്. പക്ഷേ എനിക്ക് പണ്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ജ്ഞാനം, എൻ്റെ ശബ്ദം, എൻ്റെ ഭാവം, ഫീല്, അതൊരു ഒരു നല്ല സംഗീതജ്ഞൻ അത് അറിയണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ദേവരാമകൃഷ്ണൻ ഒരു പാട്ട് പാടണം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല, നടക്കാത്ത കാര്യമാണ്. അപ്പോൾ പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങ് വിട്ടേക്കും. പിന്നെ ഇതെല്ലാം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന പാട്ട് ഇന്നാരി എവിടെയായിരുന്നാലും അവൻ ഏത് മലയിൽ താമസിക്കുന്നവനായാലും ശരി, ആ പാട്ട് അവൻ ചെന്ന് പാടണമെന്നാണ്. അത് തലവരെയാണ്, അത് എഴുതിയിരിക്കുകയാണ്, എഴുതി വെച്ചിട്ടുണ്ട് ദൈവം. അല്ലെങ്കിൽ ഇതിഹാസങ്ങൾ ജനിക്കുമ്പോൾ എന്നുള്ളൊരു ഗാനം ഇത്രയും വലിയൊരു പാട്ട്, ഇപ്പോൾ ദാസേട്ടനൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പുതിയ ഗായകനെ വിളിച്ചു വരുത്തി അങ്ങനെ ഒരു പാട്ട് പാടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അത് എനിക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഈ പാട്ട് പുസ്തകങ്ങളൊക്കെ സിനിമ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ പാട്ട് പുസ്തകം വിതരണം ചെയ്യും, നമുക്ക് ആവശ്യമുള്ളവർക്ക് വായിക്കാം. അപ്പോൾ ആ പാട്ട് സീനിൽ കേൾക്കുമ്പോൾ നമ്മളിത് നോക്കി ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പാട്ടും പഠിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഞാൻ മദ്രാസിലുള്ള സമയത്താണ് ഈ ചുവന്ന സന്ധ്യകളൊക്കെ റിലീസ് ചെയ്ത സമയത്ത്. അപ്പം ഞാൻ മദ്രാസിലാണ്.
ഇത് ഈ സിനിമ തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അനുജൻ, അവൻ്റെ പേര് അശോകൻ എന്നാണ്, അവൻ ഇപ്പം ഇല്ല, അവനിങ്ങനെ എൻ്റെ പടം കാണാനായിട്ട് ഇങ്ങനെ പോകും. പോയിട്ട് അന്ന് ഇത് നിർബന്ധമായിട്ട് അന്ന് ആ പാട്ട് പുസ്തകം അവൻ കളക്ട് ചെയ്യും. അങ്ങനെ ചുവന്ന സന്ധ്യ എഴുന്ന എൻ്റെ ആദ്യത്തെ പടം റിലീസ് ചെയ്തപ്പോൾ അവൻ പോയിരുന്നു. അന്ന് ഈ പാട്ട് പുസ്തകം വായിച്ച് ഇപ്പോഴും ഇത് കയ്യിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. 46 വർഷം കൊണ്ടായി, 45-46 വർഷമായി ഈ പാട്ട് പുസ്തകം. ഇതാണ് പാട്ട് പുസ്തകം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എൻ്റെ ഗാനം നിറഞ്ഞു കിടക്കുകയാണ്. ജനിക്കും മുൻപേ പ്രകൃതിയും കാലവും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമോരനുഭൂതി. ഇതിഹാസങ്ങൾ ജനിക്കും മുൻപേ ഈശ്വരൻ ജനിക്കും മുൻപേ. ഇത് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് 5 ദിവസമായി, ഒരാഴ്ചയായി, 1.5 ആഴ്ച അടുക്കാറായപ്പോൾ ദേവരാമാഷനോട് പറഞ്ഞു, ഈ പാട്ട് നാളെ എൻ്റെ റെക്കോർഡിങ് വെച്ചിരിക്കുന്നു, ഭരണി സ്റ്റുഡിയോയിലാണ്, 2 മണിക്ക്. അപ്പോൾ എന്നോട് ഇത് പറഞ്ഞങ്ങ് ഫിക്സ് ചെയ്യുകയും ചെയ്തു. വിയർക്കരുത്, അലയരുത്, വളരെ റെസ്റ്റ് വേണം. അപ്പോൾ ഇതൊക്കെ വളരെ കണ്ണിങ്ങായിട്ടാണ് ദേവരാമാഷ എന്നെ നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാട്ട് റൂമിൽ ചെന്നിരുന്ന് മൂളെ പാടുകയും ഒന്നും ചെയ്യരുത്. അപ്പോൾ ദേവരാമാഷ അതൊക്കെ ഒരു വലിയ അഡ്വൈസിങ് ആണ്. കാരണം നമുക്കൊക്കെ ഈ രാഗത്തിൻ്റെ റൂട്ടൊക്കെ അറിയാമെങ്കിൽ ചുമ്മാ ഇരുന്ന് പാടുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയൊരു മാറ്റം വന്നാൽ ദേവരാമാഷ അത് വിട്ടുതരില്ല. അതാണ് പിന്നെ മാഷയുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറും. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് പാടരുത്. അത് അവിടെ വരുമ്പോൾ നമ്മൾ ഈ ഓർക്കസ്ട്രേഷനിലൊക്കെ വെച്ച് അതിൻ്റെ ബീജമൊക്കെ വായിച്ചു വിടുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മുടെ മനസ്സിലുണ്ടത്. അത് ദേവരാമാഷക്ക് തന്ന ഒരു സ്റ്റഡി ക്ലാസ്സാണ്. ആ റെക്കോർഡിങ് വേളയിലാണ് ദേവരാമാഷ് ഈ പാട്ടെല്ലാം കേട്ടതിന് ശേഷം വളരെ സന്തോഷവാനായിരുന്നു, വളരെ ഹാപ്പിയാണ്. എല്ലാവരും വളരെ ഹാപ്പിയായിട്ടിരിക്കണം. മഞ്ഞിലാസ് എന്ന് പറഞ്ഞ ബാനറിലാണ് ഞാനിത് പാടുന്നത്. ഈ സിനിമയുടെ ഡയറക്ടർ തന്നെ സേതുമാധവൻ സാറാണ്. അപ്പോൾ ഇവരെല്ലാം അന്ന് അവിടെ ഉണ്ട്, വയലാറുണ്ട്, അങ്ങനെ എന്താ പറഞ്ഞാൽ അണിയറ ശില്പികൾ അന്ന് വേണ്ട എല്ലാവരും ഒരു വലിയ വൻ നിര തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ദേവരാമാഷ് എൻ്റെ ഇടയ്ക്ക് ഈ പാട്ടൊക്കെ കേട്ടതിന് ശേഷം എൻ്റെ പേഴ്സണലായിട്ടൊന്ന് ദൂരെ വിളിച്ചിട്ട്, നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, നിൻ്റെ പേരൊന്ന് മാറണമല്ലോ. ഞാൻ പെട്ടെന്ന് സ്റ്റക്കായിപ്പോയി. അച്ഛനും അമ്മയായിട്ടൊരു പേര് പെട്ടെന്ന് മാറ്റാൻ പറയുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടാണ്. ദേവരാമാഷ് ഇതുപോലെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് തിരിച്ച്. എല്ലാവർക്കും അച്ഛനും അമ്മയിട്ട പേരിൽ പെട്ടെന്ന് മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്കൊരു നിർബന്ധം, നിൻ്റെ പേരൊന്ന് മാറ്റണമെന്ന്. അപ്പോൾ മാഷയുടെ ആഗ്രഹപ്രകാരം പിന്നെ അവിടെ വേറൊരു ശശിധരൻ ഉണ്ടായിരുന്നു, അന്ന് ST ശശിധരൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലാഷ് വരണ്ട, അങ്ങനെയും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് ശ്രീകാന്ത് എന്ന് ഒരു പേര് എന്നോട് പറഞ്ഞു. ഞാനത് കേട്ടുകൊണ്ട് നിന്ന്, ഇനി തൊട്ട് ഞാൻ നിന്നെ ശ്രീകാന്ത് എന്നേ വിളിക്കൂ. ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ പോകുന്നത്, ദേവരാജൻ മാഷ് നമ്മെ വിട്ടു പോയെങ്കിലും എനിക്ക് ദേവരാജൻ മാഷ് സമ്മാനിച്ച ഒരു നിധിയാണിത്. നിധി എന്ന് പറയാൻ പറ്റിയില്ല, കാരണം എന്ന് പറഞ്ഞാൽ അത്രമാത്രം സ്നേഹിച്ച് വെച്ചിരിക്കുന്ന ഒരു പെട്ടിയാണ്. കാരണം എന്നെ ആദ്യത്തെ സോങ്ങൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ ഉടനെ ദേവരാജൻ മാഷ് പറഞ്ഞു, ഒരു തമ്പുരുവും വായിക്കണം, ഒരു ഹാർമോണി പെട്ടി വായിക്കണം. എന്നെ ശ്വാസം മുട്ടിക്കുന്ന ഒരു ചോദ്യമായിപ്പോയി അത്. പക്ഷേ അത് എനിക്ക് മറുപടിയില്ല, കാരണം എനിക്ക് ഇതൊന്നും വാങ്ങാനുള്ള നിവൃത്തിയില്ല. അപ്പം ഞാൻ മാഷിനോട് പറഞ്ഞു, മാഷേ എങ്ങനെയെങ്കിലും ഞാനൊരു ഹാർമോണി പെട്ടി ഞാൻ വാങ്ങാൻ നോക്കാം. അത് വേണ്ട, ഞാൻ കണ്ണൻ ഹാർമോണിയം വർക്ക്സ് പാരീസിൽ ഞാൻ അവിടെ പറഞ്ഞു, നിനക്കൊരു പെട്ടി ഞാൻ വാങ്ങിച്ച് ചെയ്യിച്ചു തരാം. അങ്ങനെ ദേവരാമാഷ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പെട്ടി ഹാർമോണി പെട്ടിയാണ്, ഇതൊരു നിധിയാണ്. അപ്പോൾ അന്ന് ഞാനൊരു സിനിമയിൽ പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഗായകർക്ക് കോംപ്ലിമെൻ്ററി ഒരു ഡിസ്ക് എടുത്ത് അവർ മാറ്റി വെച്ചേക്കും. അപ്പോൾ നമ്മുടെ സൗകര്യാർത്ഥം നമ്മളവിടെ ചെന്ന് വാങ്ങിയാൽ മതി. അപ്പോൾ എനിക്ക് ഈ ഡിസ്കൊക്കെ അങ്ങനെ കിട്ടിയാണ്. എൻ്റെ ആദ്യത്തെ ഞാനാക്കിയ ഇതിഹാസങ്ങൾ ജനിക്കുമ്പോൾ എന്നുള്ള ആ ഗാനത്തിൻ്റെ ചുവന്ന സന്ധ്യകൾ എന്ന ചിത്രത്തിലെ ആ ഡിസ്ക്കാണ് ഞാൻ ഈ കയ്യിൽ വെച്ചിരിക്കുന്നത്. അത് ഇടയ്ക്കൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാം ഇതൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് ദേവരാജൻ മാഷ് എനിക്ക് 2 പാട്ട് സോളോ തന്നിട്ടുണ്ട്. മൃഗാംഗബിംബമുദിച്ചു
ഭുവനമൃത സഞ്ജീവനി നുകർന്നു. ഭൂമിക്ക് താരുണ്യം നൽകിയ ദേവാ, പൗർണമിയല്ലേ നിൻ ജന്മദിനം. മൃഗാംഗബിംബമുദിച്ചു ഭുവനമൃത സഞ്ജീവനി നുകർന്നു. അവിടെ വന്നും പോയൊക്കെ ഇരിക്കുന്ന സമയത്താണ് അർജുനൻ മാഷ് അവിടെ വരുന്നത്. അപ്പോൾ അർജുനൻ മാഷ പരിചയപ്പെടുത്തി. ആ അർജുന, ഇവനാ നമ്മുടെ പുതിയ ഗായകനാ എന്ന് പറഞ്ഞു. ആ അത് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് ഇങ്ങോട്ട് വന്നോണ്ടേ ആദ്യം ഈ ചെവിട്ടിലങ്ങ് തടവും. ഇങ്ങനെ തടകി ആ എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചൊക്കെ മനസ്സിലായി. ഒരു സാധു മനുഷ്യൻ, ഇത്രയും വളരെ ഇങ്ങനെ ഒരു സാധു മനുഷ്യൻ ഞങ്ങൾ സംഗീത സംവിധാനം കണ്ടിട്ടില്ല. അത്ര വളരെ സോഫ്റ്റാണ്. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പാട്ട് വേണമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല. ദേവരാമേഷ് പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ദേവരാമേഷ് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം പറയേണ്ട കാര്യമില്ല. ഉടനെ എന്നെ അർജുനൻ മാഷ് വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അർജുനൻ മാഷക്ക് അന്ന് സ്വന്തം വീടില്ല, ഒരു ലോഡ്ജിലാണ്, ഒരു പഴയ ഒരു ലോഡ്ജ്. അങ്ങനെ അവിടെ ചെന്നിരുന്നാണ് ഈ തപ്പുകൊട്ടി പാടുന്ന മണിക്കുട്ട, ആശീർവാദം എന്ന ചിത്രത്തിൽ തപ്പുകൊട്ടി പാടുന്ന മണിക്കുട്ട എന്ന് തുടങ്ങുന്നൊരു പാട്ടാണ്. ഐ വി ശശിയുടെ പടമാണ്. കമലഹാസനാണ് പാടി അഭിനയിച്ചിരിക്കുന്നത്. ഒരു സോളോ സോങ്ങാണ്. അതിനകത്ത് കുറച്ച് കോറൽസ് ഗ്രൂപ്പുകൾക്ക് വേറൊരു സൈഡിൽ വരുന്നുണ്ട്. എങ്കിലും സോളോയാണ് സംഭവം. അതും വളരെ ഹിറ്റാണ് ആ പാട്ട്. തപ്പുകൊട്ടി പാടുന്ന മണിക്കൂട്ട, തകില് കൊട്ടിയാടുന്ന കളിക്കൂട്ടി, താലിപ്പീലി പൊട്ടിട്ടു താനോലം തുള്ളുന്ന താമരത്തുമ്പിയേ വേണോ, കണ്ണടയ്ക്കൂ കൈ നീട്ടു എൻ്റെ സമ്മാനത്തുമ്പിയെ വാങ്ങൂ. ഞാൻ അർജുനൻ മാഷയുടെ ഏകദേശം കുറേ പാട്ടുകളൊക്കെ അങ്ങനെ പാടിയിരിക്കുമ്പോഴാണ് ദക്ഷിണാമൂർത്തി സ്വാമി വിളിക്കുന്നു. സ്വാമിയെ വിളിച്ച സമയത്ത് ഞാനിത് ഇങ്ങനെ റെക്കോർഡിംഗ് ഉണ്ട്, സ്വാമി വിളിച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാം ദേവരാമേഷത്ത് പറഞ്ഞിട്ടാണ് പോകുന്നത്, ഏത് റെക്കോർഡിംഗ് ഉണ്ടെങ്കിലും. അപ്പോൾ അങ്ങനെ ജയ് എനിക്കൊരു പാട്ട് തന്നു. അത് അവർക്കൊരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അവരവിടെ ചെയ്യുള്ളൂ. ദാസേട്ടൻ വന്നു, അമ്പിളി വന്നു. അപ്പോൾ അതൊരു ദാസേട്ടൻ ലീഡ് ചെയ്യുന്നു. അതിനിടയ്ക്ക് പിന്നെ അമ്പിളിയുടെ ഒരു പോർഷൻ വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ജെറി അമൽദേവ് മാഷ് എന്നെ വിളിക്കുന്നു. അങ്ങനെയാണ് ജെറി അമൽദേവിൻ്റെ അത് 3 ക്യാരക്ടർ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. 3 ക്യാരക്ടറാണ്. ആ 3 വോയിസ് വേണം. അപ്പോൾ ഒന്ന് ദാസേട്ടൻ, ഒന്നും ജയൻ ചേട്ടൻ, ഒന്നും ഞാൻ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ മാറി പാടി. ഞാൻ എന്നെ സെൻട്രലിലാണ് നിർത്തിയിരിക്കുന്നത്. ദാസേട്ടൻ റൈറ്റിൽ, ജയൻ ചേട്ടൻ ലെഫ്റ്റ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഓരോരോ പാട്ട് ദേവരാമേഷ് ഇങ്ങനെ പാടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവസാനം ചന്ദ്രകളഭം പഠിപ്പിക്കാനായിട്ട് എന്നെ വിളിച്ച് ഒരു വലിയ പാട്ടെടുത്ത് തന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ കൈപ്പടയിലേ ഞാൻ എഴുതുള്ളൂ. അത് ഏകദേശം ഒരു 1.5 ആഴ്ചക്കകം വരെയാണ് ദേവരാമേഷ് ഈ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. സത്യമാണ്. അപ്പോൾ ദിവസം ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം, ഈ ദിവസങ്ങൾ കടന്നു പോയി പഠിപ്പിക്കുമ്പോൾ അറിയാം, എനിക്ക് തന്നെ അറിയാം ഇതെനിക്കുള്ള പാട്ടാണ്. ഇല്ലെങ്കിൽ അത് അപ്പോഴേങ്ങ് മാറ്റും. അതൊക്കെയാണ് അതിൻ്റെ ഒരു സിമ്പൽ. അങ്ങനെ ചന്ദ്രകളഭത്തിൻ്റെ അതിൻ്റെ ഫൈനൽ റിഹേഴ്സൽ ദേവരാമേഷ് വീട്ടിൽ വെച്ച് ഞാൻ പാടി. അന്ന് ഒരു 1 മണിയൊക്കെ ആയപ്പോൾ ദേവരാമേഷ് പറഞ്ഞു, നാളെയാണ് എൻ്റെ റെക്കോർഡിങ് കേട്ടോ, ഉച്ചയ്ക്ക് 2 മണിക്കാണ്, ഭരണി സ്റ്റുഡിയോ ആണ്, വിയർക്കരുത്, അലയരുത്, നല്ല റെസ്റ്റ് വേണം. അപ്പോൾ ഒരു വലിയ പാട്ടാണ്, എന്തൊരു വരിയാണിത്. അപ്പോൾ ഇത് എൻ്റെ ഇതിഹാസത്തിനെ പോലെ അതിനേക്കാളും കടത്തി വെട്ടും എന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ ഞാൻ വളരെ റെസ്റ്റൊക്കെ എടുത്തു അങ്ങനെ ഇരിക്കുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് ദേവരാമേഷ് വിളിക്കുകയാണ് എന്നെ. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് റെക്കോർഡ് ചെയ്യാനുള്ളതാണ്. ഒരു 3 മണി 4 മണിയായപ്പോൾ ദേവരാമേഷ് എന്നെ വിളിക്കുന്നു. നീ എൻ്റെ വീട്ടിലോട്ടൊന്ന് വന്നേ ഒരു 4 മണിയാകുമ്പോൾ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ ചെന്നു, മാഷിനവിടെ കാത്തിരിക്കുന്നു. പക്ഷേ
ഒരു ബാഡ് ന്യൂസാണെന്നുള്ളത് പറയാൻ പോകണമെന്നുള്ളത് എനിക്കറിയില്ല. അത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയായിപ്പോയി. ഞാൻ വളരെ സന്തോഷവാനായിട്ട് അവിടെ ചെല്ലുന്നു, സാധാരണ ചെല്ലും പോലെ. എന്നെ കണ്ടുകൊണ്ടേ സാധാരണ ഒരു സന്തോഷത്തിൻ്റെ മൂളലുമുണ്ട്, സങ്കടത്തിൻ്റെ മൂളലുമുണ്ട്. അപ്പോഴും ഒരു മൂളൽ, അത് സങ്കടത്തിൻ്റെ മൂളലാണ്, അത് എനിക്കറിയാം. നിൻ്റെ ആ പാട്ട് നഷ്ടപ്പെട്ടല്ലോടാ എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇവിടെ നിൽക്കുകയാണ്. കാരണം എന്താ പറയാനായിട്ട്, തിരിച്ച് ദേവരാജ മാഷ് പോലെ ഒരു ലെജൻഡ്, ഒരു സംഗീത സമയം എല്ലാവർക്കും പേടിയാണ്. ഉറപ്പിച്ചതാണ്. അതിനപ്പുറം ഇനി ദേവൻ തമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും ദേവരാജ മാഷ് വിട്ടുകൊടുക്കില്ല. പക്ഷേ ഇവിടെ വിട്ടുകൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഇപ്പോൾ വലിയ പാട്ട് വയലാറ് ഒരു സിനിമയിൽ 7, 8, 9 പാട്ടൊക്കെ അന്ന് മാക്സിമം ഉള്ളത് ഒരു കാലഘട്ടമാണ്. അവ ഈ പാട്ട് എടുത്ത് കൊടുത്തതിന് ശേഷം ഒരു ദിവസം, 2 ദിവസം, 5 ദിവസം കഴിഞ്ഞു, 6 ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോൾ ദാസേട്ടൻ ഇത് പാടിച്ചിട്ടില്ല എന്നുള്ള വയലാറിനറിയാം. അത് എഴുതിയ സമയത്തും ദാസേട്ടനെ മനസ്സിൽ കണ്ടു. അതാണ് സംഭവിച്ചതല്ല, വേറെ ഒന്നുമല്ല. എന്നാലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ആ ഓർമ്മകളിങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ കേരളത്തിൽ വന്നതിന് ശേഷം എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. തിരുവനന്തപുരത്ത് കലാകാരന്മാരുടെ ഒരു കേളി കേന്ദ്രമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കേന്ദ്രമാണ് കലാകാരന്മാരുടെ. ഒരു സാംസ്കാരിക വേദികളും ഒക്കെ ഒരുപാട് ധാരാളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അത്യാവശ്യമൊക്കെ ഞാൻ സഹകരിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെയും പിന്നെ വേണ്ടതുപോലെ ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല, കൈകാര്യം ചെയ്യില്ല. ഈ ഒരു ഗായകന് ഇന്നും പാടാനുള്ള കഴിവുണ്ട്, ഏത് പാട്ടും എനിക്ക് പാടാനുള്ള കഴിവുണ്ട്. അത് നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയും പുതിയ സൃഷ്ടികളുണ്ടാകും, പുതിയ പാട്ടുകൾ ജനിക്കും. ദേവരാജ മാഷ് വളരെ വർഷങ്ങൾക്ക് മരിക്കുന്നതിന് ഏകദേശം ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് അവസാനം ആയി ശ്രീ നാരായണ ഗുരുദേവൻ്റെ ഒരു കാസറ്റ് വർക്കുമായിട്ട് ഇവിടെ വന്നു. അപ്പോൾ അന്ന് ദേവരാജ മാഷ് അന്ന് സ്റ്റേ ചെയ്ത സ്ഥലം സുബ്രഹ്മണ്യം, അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് ദേവരാജ മാഷ് താമസിച്ചത്. അപ്പോൾ അന്ന് ലീലാമണി ചേച്ചിയുണ്ട്. അപ്പോൾ എനിക്ക് ONV സാറിൻ്റെ മകൻ രാജീവാണ് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ പിന്നെ ദേവരാജ മാഷ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം മാസ്റ്ററെ കാണാനായിട്ട് പലരും അവിടെ വന്നിരിപ്പുണ്ട്, പല ആൾക്കാർ. അപ്പോൾ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ സാറ്, അങ്ങനെ അദ്ദേഹത്തിന് വളരെ അടുത്ത് പരിചയമുള്ളതൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ കുശലങ്ങൾ പറഞ്ഞൊക്കെ ഇരുന്നു. അവസാനം പിന്നെ അടുത്ത റൂമിൽ ദേവരാജ മാഷ് കിടക്കുന്ന റൂമിലേക്ക് വിളിച്ചിട്ട് പോയി. അപ്പോൾ അവിടെ കട്ടിലിരുത്തിയിട്ട് അപ്പോൾ പലരും അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ പെരുമ്പുഴ സാറ് എന്നോട് ചോദിച്ചു, ശ്രീകാന്ത് നമുക്കൊരു ക്യാമറ വേണമല്ലോ, നല്ല ക്യാമറ വല്ലതും ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല, ക്യാമറ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി സ്റ്റുഡിയോയിൽ വിളിച്ച് പറഞ്ഞു ഒരു ക്യാമറമാൻ വന്നു. ക്യാമറമാൻ വന്നിട്ട് കുറേ സ്നാപ്പുകളൊക്കെ എടുക്കുകയായിരുന്നു. അപ്പോൾ ദേവരാജ മാഷ് ഒരു വാക്ക് പറഞ്ഞു, അതെനിക്ക് എൻ്റെ ഹൃദയത്തിൽ തട്ടി. പറഞ്ഞൊന്നുമല്ല, നിങ്ങൾ ആരിരുന്നാലും ശരി യവനെ കിട്ടണം. അങ്ങനെയാണ് എന്നെ അടുത്ത് പിടിച്ചിരുത്തി. ആ ഫോട്ടോയാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ട് ഞാൻ ഈ കഥ പറയുന്നത്. അതെനിക്ക് മറക്കാൻ പറ്റില്ല. അതാണ് ഇതിഹാസങ്ങൾ ജനിക്കും ഈശ്വരൻ ജനിക്കും